ഇത് കാണുമ്പോൾ ഒരു നോർമൽ കാർഡ് പോലെ ഇല്ലേ? എന്നാൽ ഇതിനകത്തൊരു മെസ്സേജ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്കിന്ന് നോക്കാം. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കാർഡ് ഉണ്ടാക്കാം. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നേ. അപ്പോൾ നമുക്കിനി കുറച്ച് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടവരൊക്കെ നെട്ടിക്കാം. അപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് ഐഡിയാസും ജേണൽസും ക്രാഫ്റ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു ക്രിസ്മസ് സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ബൈ ദ വൈ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ ഹാപ്പി ഒന്നുമല്ല, ഭയങ്കര ഹാപ്പിയാണ്. അറിയാലോ, നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത് തോന്നല് മൊത്തം കമൻസാണ്, കമൻസ്. ഓരോ കമൻസൊക്കെ വായിക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ നിലത്തൊന്നുമില്ല. വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളത് ഹാപ്പി ആക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോണ്ടല്ലോ എന്തൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും കമൻറ്റിൽ വന്നിട്ട് ഈ ഗിവ് അവേ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിവ് അവേ തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ഗിവ് അവേ എനിക്ക് ഒരാൾക്കല്ലേ തരാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും. നമ്മുടെ ചാനൽ വളരും തോറും നമുക്ക് ഇനി ഒരുപാട് ഗിവ് അവേ നടത്താം. അപ്പം ഗിവ് അവേയുടെ ഡേറ്റ് മറക്കണ്ട, 20-ാം തീയതിയാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അതുവരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യാം. കാരണം കമൻറ്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രമേ ആ കമൻറ്റ് സെലക്ട് ആവുന്നുള്ളൂ. എനിക്കറിയാം ഇതൊരു കുഞ്ഞ് ഗിവ് അവേ ആണെന്ന്, പക്ഷേ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ പറഞ്ഞ് നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി മുമ്പത്തെ ഗിവ് അവേയുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.